ഹലോ ഹായ് ഞാൻ ഷമീൻ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എവിടെയാണ് ഉള്ളത് എന്താണെന്നുള്ളതൊക്കെ. നോക്കറാ, കാണുന്ന പേര് നോക്കറാ, നമ്മുടെ ഷെഫ് പിള്ളൈ റെസ്റ്റോറൻറ്റ്. ഞാൻ ബാംഗ്ലൂരാണ് ഉള്ളത്. നമ്മൾ ഫാമിലി ആയിട്ട് ഇങ്ങനെ ബാംഗ്ലൂർ വന്നതാണ്. അപ്പം സ്നേഹം വാരി വിതറട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നെ ഇവിടുന്ന് സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. ഇതാ കയറുമ്പം തന്നെ ലെഫ്റ്റ് സൈഡിൽ അതാ നമ്മളെ ഷെഫ് അത് അവിടെ വെക്കുന്നു. ഞാൻ വരുന്ന സമയത്ത് ഇങ്ങനെ വിളിച്ചിരുന്നു, നമ്മൾ ഷെഫിൻ്റെ അടുത്ത് ഞാനിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ വരുന്നുണ്ട് പറഞ്ഞ അവിടെ തന്നെ മൂപ്പര് അന്ന് രാവിലെ തന്നെ കണ്ണൂരേക്ക് അർജൻറ്റായിട്ട് പോകേണ്ടത് കൊണ്ട് കണ്ണൂരേക്ക് പോവുക ചെയ്തേ. അപ്പോൾ നമ്മളെ ഷെഫ് സിജോയും കൂടെ ഒരുമിച്ച് പോയിരുന്നു. ഞാൻ രണ്ടുപേരും കാണാമെന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പം എന്തായാലും തിരിച്ച് എത്തിയിട്ട് മൂപ്പരെ കൊച്ചി പോയിട്ടൊന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഇവിടുത്തെ വിശേഷവും സംഭവങ്ങളും ഒക്കെ കാണണ്ട്. ഞാൻ പിന്നെ നമ്മുടെ നിർവ്വാണയൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഒന്ന് കാണണ്ട. ഇതിൻ്റെ ഇൻറ്റീരിയറും പുറത്തുനിന്ന് കാണുമ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ പതുക്കെ ഇങ്ങനെ കയറുന്നു. പക്ഷെ ഉള്ളിലേക്ക് എത്തുമ്പോൾ അങ്ങ് സംഭവം അങ്ങ് മാറും കേട്ടോ. നമ്മളെ പിക്ചർ അങ്ങ് മാറും. പിക്ചർ ഹബീബി പിക്ചർ അങ്ങ് മാറുമെന്ന് അറിയത്തില്ല, അതേപോലെ സംഭവം. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഫുള്ള് മൂപ്പരുടെ എല്ലാ അവാർഡ്സും മറ്റുള്ള ഫോട്ടോഗ്രാഫ്സും ഓരോരാൾ ചെയ്തു കൊടുത്തതും അതെല്ലാം അവിടെ എല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് മൂപ്പരായിട്ട് കണക്റ്റഡ് എങ്ങനെയാണ് ഈ ഒരു ലെവലിൽ എത്തിയെന്നൊക്കെ അവിടെ എത്തിയാൽ തന്നെ മനസ്സിലാവും. അത്രക്കും താഴെയും മുകളിലൊക്കെ ആയിട്ട് വൻ സംഭവങ്ങളാണ്. സ്റ്റാഫാണെങ്കിൽ കിടിലം ഹോസ്റ്റിംഗ് ഒക്കെയാണ്. അപ്പോൾ മെനു ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഇതാ മൂപ്പരുടെ കംപ്ലീറ്റ്ലി എങ്ങനെയാണ് ഇവിടെ എത്തിയ മാസ്റ്റർ ഷെഫിലൊക്കെ എത്തി, എന്നിട്ട് അവിടുന്ന് നേരെ പിന്നെ ഇങ്ങനെ നമ്മളെ ഷെഫ് പിള്ളയായി മാറി സ്നേഹം വിതറട്ടെ എന്ന് മാറിയ സംഭവമൊക്കെ. ഇനി ഇതാ നമുക്ക് നിർവ്വാണ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ നമ്മുടെ അത് കസ്റ്റമറെ ആ കാണുന്ന വിധത്തിൽ തന്നെയാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. എനിക്ക് അതും കുറച്ചുകൂടെ ഒരു അട്രാക്റ്റീവായിട്ട് തോന്നി. പക്ഷെ മൂപ്പരുടെ ആ സിഗ്നേച്ചർ ഐറ്റം നമ്മുടെ ആ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു രീതി എന്നുവെച്ചാൽ നമ്മളെ ഡബിൾ ക്രീമും തേങ്ങപ്പാലും പിന്നെ ഏത് മീനാണോ വേണ്ട ആ മീനിനനുസരിച്ച് സെറ്റ് ചെയ്യുന്നതും ഒക്കെ സൂപ്പർ. എല്ലാം നല്ല നല്ല രസമുണ്ട് അതിൻ്റെ കളർഫുൾ ഇങ്ങനെ കാണാൻ തന്നെ. പിന്നെ കഴിക്കാൻ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് പല ആളും ഞാൻ തന്നെ മുമ്പ് ഷെഫ് പിള്ളയോട് പറഞ്ഞിട്ട് തന്നെ മുമ്പ് ഒരു തവണ ഞാനിത് ഉണ്ടാക്കിയിട്ടുണ്ട്, എന്നിട്ട് ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടോ കസ്റ്റമർ വ്യൂ ആ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ കാണുന്ന വിധത്തിൽ തന്നെ ഇത് ഇപ്പോൾ നിർവ്വാണം ഓൾമോസ്റ്റ് റെഡിയായി. ഞാൻ ടേബിളിലേക്ക് പോവാണ്. ടേബിളിലേക്ക് നമ്മുടെ ഓരോ ഐറ്റംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ സ്റ്റാർട്ടേഴ്സൊക്കെ വന്നു. തേങ്ങാപ്പാൽ കൊഞ്ചും അതുപോലെ തന്നെ പഴംപൊരിൻ്റെതും പിന്നെ സംഭാരം പൂരി എന്താ ഐറ്റം എന്നാ ഓരോന്നിങ്ങനെ ടേബിളിലേക്ക് വന്നുകൊണ്ടിരിക്കും. നമുക്ക് ഓരോന്ന് 1 by 1 ആയിട്ട് ഓരോന്ന് കാണാം കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്ന മെനു ഏതാന്ന് പറഞ്ഞാൽ ഈ പിന്നെ നിർവ്വാണ ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടൈപ്പ് ഓഫ് മെനു ഉണ്ട്. അതെന്ന് പറയുന്നത് ഷെഫ് പിള്ളേൻ്റെ തന്നെ പിന്നെ കൈകൊണ്ടുള്ള റെസിപ്പിയിലുള്ള ഐറ്റംസ് വെച്ചിട്ടുള്ള ഒരു ഷോർട്ട് സംഭവമാണ്. ആ സംഭവത്തിൽ ഏകദേശം ഒരു 8-10 ഐറ്റംസ് വരും. ആ ഐറ്റംസൊക്കെ കൂടിയിട്ടുള്ള ആ ക്വാണ്ടിറ്റികൾ നിങ്ങളുടെ എത്ര ആൾക്കാരാണോ ഉള്ളത് അതിനനുസരിച്ചാണ് നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ആ ഒരു സംഭവമാണുള്ളത്. ആ ഒരു സംഭവത്തിൽ മട്ടൺ ആയിക്കോട്ടെ, ഡക്ക് ആയിക്കോട്ടെ, ഫിഷ്, ചിക്കൻ എല്ലാം കൂടി അടങ്ങിയിട്ടുള്ള വെജ് എല്ലാം കൂടി അടങ്ങിയിട്ടുള്ള ഒരു മെനു കേട്ടോ. അതാണ് ഇത്രയും സംഭവങ്ങളൊക്കെ ടേബിളിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ഷെഫ് പിള്ളൈ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളിവിടെ മാത്രമുണ്ട്. മുമ്പത്തെ വീഡിയോയിലല്ലേ ഏകദേശം 1 വർഷം മുന്നേ നമ്മളൊരു മന്തി കഴിക്കാൻ വേണ്ടി മെഹ്റബ് മന്തി എറണാകുളത്ത് വെച്ച്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഷെഫ് പിള്ളേൻ്റെ ഇതിൽ ഞാൻ തന്നെ നിങ്ങൾക്ക് സെർവ് ചെയ്ത് ഇത് പിന്നെ പാനിപ്പൂരി ആക്ച്വലി സംഭാരം പാനിപ്പൂരി അടിപൊളി നാടൻ കോൺസെപ്റ്റ് കേട്ടോ. അതെൻ്റെ അടുത്ത് വാരിട്ടോ. ചാച്ചു വേണോ സംഭാരം? ഓ നാടൻ ചാട്ട കേട്ടോ, അടിപൊളി. ഇടയിൽ പൊമഗ്രാനേറ്റ് കടിക്കുന്നു. പിന്നെ പൂരി നല്ല ക്രിസ്പി, സൂപ്പർ. ഏതിന്ന് തുടങ്ങും? പഴംപൊരി, ഇത് പഴംപൊരിയാണ്. ഇതാ ഇത് ഇങ്ങനെയുള്ള കേട്ടോ പഴംപൊരി ചാട്ട്. ഇങ്ങനെ മുകളിൽ തന്നെയുള്ള ഇതാ ഇതിനകത്ത് സേവ് പിന്നെ അതുപോലെ തന്നെ പൊമഗ്രാനേറ്റ് പിന്നെ മുകളിൽ എന്തോ സോസ് കൊടുത്തിട്ടുണ്ട്. എന്താ സോസ് അറിയില്ല, കഴിച്ചു നോക്കട്ടെ.
ടാമറിൻ്റ് ആണോ? പുളിയാണോ? പുളിയില്ല, നാടനാണ്. നാടൻ തന്നെ. ഇതൊക്കെ മൂപ്പര് സ്പെഷ്യൽ റെസിപ്പി നേരത്തെ പറഞ്ഞ പോലെ നിർമ്മാണ ഇത് കഴിക്കും. ബാക്കിയൊക്കെ ഡയറക്റ്റ് ഷെഫിൻ്റെ കഴിക്കാം. സിഗ്നേച്ചർ ഡിഷ് മുഴുവൻ സിഗ്നേച്ചർ. സൂപ്പറാണ്. ഇത് പിന്നെ നമ്മളെ പുളിയും ജീര് ചെയ്ത വിങ്സ്. ഇതാ മോനെ എന്താണ് ടോഡിയല്ല കേട്ടോ, റിയൽ ടോഡിയല്ലേ, പേരെങ്ങനെയാണ്? കുശാല് അടിപൊളി. തുടക്കത്തിന്റെ സൂപ്പ്. ഇത് ഒന്നുകൂടെ പറയണം. സൂപ്പറാ. എങ്ങനെയുണ്ട്? അനുഷ് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഇഷ്ടായ? ചാച്ചു കുടിച്ചാ? അപ്പോൾ ഡക്ക് റോസ്റ്റും മൂപ്പരുടെ മാനേജർ ഷെഫ് വീട്ടിലെ ഡക്ക് റോസ്റ്റും അപ്പവും അതിന് കൂടെ ഇത് ഉള്ളി കണ്ടില്ലേ, ഇത് മാത്രം കഴിക്കാൻ ഭയങ്കര കേട്ടോ. ഓ എന്താ സ്മൂത്ത്നെസ്. ഡക്ക് നമ്മളിപ്പോൾ കുറച്ച് ദിവസമായി കഴിച്ചിട്ട്, കുറച്ച് അധികം ദിവസമായി. ഇതാ പുതിയാവുന്നുണ്ടാവും അല്ലേ? രക്ഷയില്ല, വേണമെങ്കിൽ ഇവിടെ വന്ന് തിന്നത് പറ്റുള്ളൂ. അടി നിർവ്വാണ. പിന്നെ ഞാൻ മുമ്പേ കഴിച്ച നിങ്ങളോട് റിവ്യൂ പറഞ്ഞ, അപ്പൊ ഇതെന്താന്നുള്ള പറഞ്ഞിട്ടില്ല. നിങ്ങളിപ്പോൾ കണ്ടില്ലേ ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയാന്നല്ല നിർവ്വാണ. നിർവ്വാണ അത്ര ഇൻകൂത്തു കേട്ടോ. ഓ ഇന്ന് കഴിച്ച് ഒരു ഭാഗ്യമാവും. അങ്ങനെ ടേബിൾ ഫുള്ള് നിറഞ്ഞിട്ട് നമുക്ക് രണ്ടാളും കൂടി വിളിക്കായിരുന്നല്ലേ. വേണാട് പാൽച്ചമ്മീൻ കേട്ടോ. ഇതാ ഓ അടിപൊളി. ഓ ഔട്ട്സ്റ്റാൻഡിങ് കേട്ടോ ഇത്. ആ ചെമ്മീൻ അങ്ങനെ എടുത്ത് വെച്ചോ, സൂപ്പറായി. ആ പാലിലും ആ ചെമ്മീനും കൂടിയുള്ള സീ ഫുഡിൻ്റെ ഫ്ലേവറും കൂടി രണ്ടും കൂടി ഒരുമിച്ച് വരുമ്പോഴുള്ള വീട്ടിലെ കോഴിക്കറിയും നല്ല നൂല് പോലത്തെ പൊറോട്ടയും. അല്ലേ അതിൽ ആ സ്വീറ്റ്നെസ്സും അല്ലേ ആ ചെമ്മീൻ്റെ ഫ്ലേവറും കൂടെ പോവാതെ. കഴിച്ചിട്ടുള്ള അവസ്ഥ സാറാ ഇത് കഴിച്ചിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ കഴിച്ച് കൈ ഉണങ്ങി എണീക്കാൻ കഴിയുന്നില്ല. ഇവിടെ ടേബിൾ ക്ലീൻ ചെയ്തു ഞാനും മാത്രം. ഇവിടെ വെച്ചാൽ കുട്ടികളും ഷൈബും എല്ലാം കൈ കഴുകിയിട്ട് ഇങ്ങനെ വന്ന് കുറേ സമയം നമ്മൾ ഏകദേശം ഒരു 10-15 മിനിറ്റായി, എണീക്കാൻ കഴിയുന്നില്ല. അതവസ്ഥ. ഡെസേർട്ട് വരുന്നുണ്ട് എന്നുവെച്ചാൽ നേരത്തെ സാറ് അല്ല നേരത്തെ എൻ്റെ കോല കഴിച്ച് കഴിഞ്ഞതിന് ശേഷം എൻ്റെ കോല അങ്ങ് സാറ് സൈഡിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ തന്നെ ഡെസേർട്ട് എത്തിയാ. ശ്രീലങ്ക ഡെസേർട്ടായ വത്തളപ്പം. എന്ത് ശ്രീലങ്ക ഡെസേർട്ടാണ് വത്തളപ്പം എന്ന് പറയും. വത്തളപ്പം ടെൻഡർ കോക്കനട്ട് പുഡിങ്. ഓക്കെ. ഓ പ്ലേറ്റിംഗ് സൂപ്പർ. ഇറ്റാലിയൻ ഡെസേർട്ട് അടിച്ചായ പനക്കോട്ട, തീയുടെ ഫ്ലേവർ. അടിച്ചായ പാനക്കോട്ട ആക്കിയിട്ട് വന്നു അല്ലേ? അടിപൊളി. അടിച്ചായില്ലേ അത് പാനക്കോട്ട ആക്കി.
പാലട പാഴ്സൽ പാലട ചീസ് കേക്ക്. ഇത് ഞാൻ പാലട ചീസ് കേക്ക് അല്ലേ? ഓ ഇത് അടുക്കി ഇതൊന്ന് ക്യാമറ ഇങ്ങോട്ട് തിരിച്ചോളൂ. ഇതാ ഇത് ഈ സൈഡും കൊള്ളാം, അടിപൊളി. അപ്പോൾ മാത്രം റെഡിയായി. കൈയൊക്കെ കഴുകിയിട്ട് വന്നു ഡെസേർട്ട് എത്തുമ്പോഴത്തേക്ക്. അതിന് നമുക്കിതൊന്ന് ഇതാ ഇല്ല അപ്പോൾ ഇതൊന്ന് കഴിക്കട്ടെ. ഇതിൽ സാൾട്ടറിങ് ഉണ്ട്, അപ്പോൾ അതും കൂടെ ആദ്യം ഇതൊന്നും മാത്രം ബൈറ്റ് എടുക്കാം. അനോഷ് എന്നാ ഈ കേക്കാണ്. ഓക്കെ അപ്പോൾ നമ്മൾ അടിച്ചായ പാനക്കോട്ട ആക്കിയിട്ട് അടിച്ചായ ഇറ്റാലിയൻ വേർഷനായി. അതാണ് സാധനം. അപ്പോൾ പിന്നെ ഇതെന്ന് പറയുന്നത് മട്ടളപ്പം, അതൊരു ശ്രീലങ്കൻ വേർഷനാണ്. ഇത് കോക്കനട്ട് മിൽക്കും അതുപോലെ തന്നെ ജാഗരിയൊക്കെ മിക്സ് ആക്കിയിട്ട് വരുന്ന ഒരു സംഭവം. ഇത് ടെൻഡർ കോക്കനട്ടാണ് പുഡിങ്. ഇതെന്ത് ചീസ് കേക്കിന്? പാലട പായസത്തിൻ്റെ അത് ചീസ് കേക്ക്, അടിപൊളി. അപ്പം ഞാൻ ഇവിടെ സാൾട്ടറിങ് കാണുന്നുണ്ട്. ആ സാൾട്ടറിങ് കൂടാതെ ഇത് എടുക്കുന്നു, എന്നിട്ട് അടുത്ത സാൾട്ടറിങ് കൂട്ടിയിട്ട് കിടക്കും. നിങ്ങൾ ഏതൊന്ന് കഴിക്കും? അടിച്ചായ പാനക്കോട്ടാക്കി. അപ്പോൾ സാൾട്ടറിങ് ഇത് സാൾട്ടറിങ് അല്ല, ഇത് ഷുഗറാണ് നോക്കട്ടെ. സാൾട്ടറിങ് അല്ല, ഷുഗറാണ് കേട്ടോ. നല്ലുണ്ട്. ഇതൊരു ചായ, ശരിക്കും തണുത്ത ചായ കുടിക്കുന്ന ഒരു ഫീലാണ്. ഇതാ ഫ്രീസ് ചെയ്തെടുക്കാം. അതെ അതെ അതെ. ഇനി പായസം ചീസ് കേക്ക് ഇതാ ഷോണ ജാഗ്രതയില്ല. ചീസ് കേക്ക് ഔട്ട് സൈഡ്. ഓ നല്ല ചീസൊക്കെ. ഇത് പൊളിയാ, അത് പൊളിയാ. നമുക്കിഷ്ടം. ബാക്കിൽ ക്യാമറ പിടിച്ചു. ഇത് ഷുഗറിൻ്റെ ഇതല്ല, സോൾട്ട്. ഇത് ടെൻഡർ കോക്കനട്ട്, അതും നല്ല. എനിക്ക് കൂടുതൽ ഇഷ്ടമായ ചീസ് കേക്കാണ്. ആ ഇത് ശ്രീലങ്കൻ ഐറ്റം വേണ്ട. ജാഗരി, തേങ്ങാപ്പാൽ, ജാഗരിൻ്റെ ഫ്ലേവർ പക്ഷെ മുകളിലേക്ക് ഇങ്ങനെ വന്നിട്ടുള്ളൊരു ഇതാ. ഷുഗറിൻ്റെ ടേസ്റ്റ് അല്ല. അപ്പൊ നമ്മളെല്ലാം കഴിച്ച് കഴിഞ്ഞ് മസ്തായി. എത്ര മണിക്കാണ് വന്നത്? ഇപ്പൊ പോകുന്നത് 4 മണിക്ക്, ഏകദേശം 4 മണിക്ക്. അപ്പോൾ ഓക്കെ, പിന്നെ നമുക്ക് എപ്പിസോഡിൽ പോയിട്ട് പോരാ. അപ്പോൾ കുശാലായി. അപ്പോൾ എല്ലാവരും ടാറ്റ ബബായ് ഇരുന്ന്